സദസ്സിൽ വിധികർത്താക്കളായിരിക്കുന്നവർ, ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തിയിട്ടുള്ളവർ, മത്സരത്തിൻ്റെ സെമി ഫൈനലിൽ എത്തുകയും കഴിഞ്ഞ കുറേ റൗണ്ടുകളിൽ വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയുമൊക്കെ ചെയ്തിട്ടുള്ള മത്സരാർത്ഥികൾ, ഏവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം. പല തരത്തിലുള്ള മത്സരങ്ങൾ പല കാലഘട്ടങ്ങളിൽ പല ഇടങ്ങളിൽ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലുകൾ മുതൽ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന കാലം മുതൽ നമ്മൾ കാണാറുണ്ട്. പ്രസംഗം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരാൾ പ്രസംഗിക്കുകയും ആ പ്രസംഗത്തിന് മാർക്കിടുകയും ഒക്കെ നമ്മുടെ സ്കൂൾ തലം തൊട്ട് തന്നെ പ്രസംഗ മത്സരം എന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ഡിബേറ്റിങ് ഒരു ഇനമാവുകയും അതൊരു മത്സരമാവുകയും അത് 8 കൊല്ലത്തോളം തുടർച്ചയായി ഗംഭീരമായി നടക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു പുതിയ കാഴ്ചയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തോന്നി അത്തരത്തിൽ നടക്കുന്നതിന്. കാരണം ഈ വാക്കുകൾ ഉപയോഗിക്കുക, ഇപ്പോൾ പലതവണ നമ്മുടെ അവതാരക നമ്മളോട് പറഞ്ഞത് വാക്കുകളെയും വാക്കുകളുടെ ശക്തിയെക്കുറിച്ചും വാക്ക് മത്സരിക്കുന്ന ഇടം എന്നൊക്കെയാണ് ഈ ഒരു ഇടത്തെക്കുറിച്ച് പറഞ്ഞത്. വാക്കുകൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ശക്തിയുണ്ട്. നമ്മൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളുമായിട്ടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അയാളെ വല്ലാതെ സ്വാധീനിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. കാരണം മറ്റേതൊരു രാജ്യത്തും, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്തൊക്കെ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഇത്രയധികം ഭാഷാ വൈജാത്യങ്ങളുള്ള ഒരു രാജ്യമെന്ന നിലയിൽ നോക്കൂ, വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏത് രാജ്യത്തും അവിടുത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ഒരു കാര്യം അവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ നാട്ടിലുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും. 750 കോടി 800 കോടി ആളുകൾ ഈ ഭൂമിയിലുള്ളതിൻ്റെ പകുതിയിൽ കൂടുതൽ ഇന്ത്യയിലും ചൈനയിലും കൂടിയാണ്. 150 നമുക്കും ബാക്കി 150 അവിടെയും കൂടി, ഇതിൻ്റെ ഒരു 300 കോടി, ഇതിൻ്റെ പകുതിയിലധികം ഇന്ത്യയിലും ചൈനയിലും കൂടിയാണ് ഈ ലോകത്ത് താമസിക്കുന്നത്. അതിൽ ചൈനയുടെ പ്രസിഡന്റ് സംസാരിച്ചാൽ അവിടുത്തെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഡൽഹിയിലിരുന്ന് ഒരു നമ്മെ ഭരിക്കുന്ന ഒരാൾ സംസാരിച്ചാൽ ഭാരതത്തിൻ്റെ ജനസംഖ്യയുടെ പകുതി പേർക്ക് ഇത് മനസ്സിലാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാകുക പോലുമില്ല. അപ്പോൾ നമ്മൾ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്ന ഇത്രയധികം ഭാഷയുള്ളൊരു നാട്ടിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൃത്യമായ അളവിൽ എല്ലായിടത്തേക്കും എത്തേണ്ടതുപോലെ എത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ഭൂപ്രദേശത്താണ്. അങ്ങനെയുള്ളൊരു മാതൃഭൂമിയിലാണ് നമ്മളുടെ താമസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കാൻ ശബ്ദങ്ങൾക്ക് കഴിയും. ഇപ്പം നമ്മൾ പല കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴും എല്ലാവർക്കും എല്ലാവരോടും നേരിട്ടൊരു വിരോധം ഉണ്ടാവണമെന്നില്ല. ഇംഗ്ലീഷിൽ അതിനുള്ള വാക്ക് മാനിപ്പുലേഷൻ എന്നാണ്. മറ്റൊരാളുടെ ശരീരത്തിൽ തൊടാതെ അയാളെ ദേഷ്യപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ ചിരിപ്പിക്കാനോ മറ്റൊരാളുടെ ശത്രുവാക്കി മാറ്റാനോ ആശയപരമായി പൂർണ്ണമായും മറ്റൊരാളാക്കി മാറ്റാനോ ഒക്കെ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് സാധിക്കും. നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളോട് സംസാരിച്ച് മറ്റൊരാളെ പറ്റി പറഞ്ഞ് മറ്റൊരു വിഷയത്തെ പറ്റി പറഞ്ഞ് നമുക്കറിയാവുന്ന കാര്യങ്ങളെ അറിയാത്തതും അറിയാത്ത കാര്യങ്ങളെ അറിയാവുന്നതും ഒക്കെ ആക്കി മാറ്റുന്നതിനകത്ത് ഭാഷയും സംസാരവും വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പലപ്പോഴും തർക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ ഡിബേറ്റ് എന്ന് പറയുന്നതിന് ഈ വിന്നിങ് ദ സിറ്റുവേഷൻ ആൻഡ് വിന്നിങ് ദ ആർഗ്യുമെൻറ്റ്, നമ്മുടെ ആവശ്യം എപ്പോഴും ഒരു മത്സരത്തിൻ്റെ ഭാഗത്തു നിന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ, ഇവിടെ തർക്കിച്ചൊരു കർഷം വരുത്തേണ്ട ആവശ്യമുണ്ടോ, അതോ ഇവിടെ തർക്കിക്കാതെ പോകുന്നതാണോ നല്ലത് എന്നൊരു ചിന്ത പലപ്പോഴും അല്ലാത്ത തർക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇതൊരു മത്സരമാണ്. നിങ്ങളുടെ ആശയങ്ങളെ തമ്മിൽ കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുക, ഭംഗിയായി അതിൽ എല്ലാവരും എന്ത് നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണോ ഇവിടെ എത്തിയിരിക്കുന്നത് അതെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ഇടയ്ക്ക് ചെന്നൈയിലൊരു ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിൻ്റെ ഒരു വലിയ സംഗമം നടന്നു. അവിടെ വലിയ ഫോളോവേഴ്സുള്ള ഒരുപാട് നേരം സംസാരിക്കാനൊക്കെ ശേഷിക്കുന്ന ആൾക്കാരിൽ നിന്നും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബറാണ് അന്ന് അവതാരകനായി എത്തിയത്. പക്ഷേ വേദിയിലെത്തുകയും വലിയൊരാൾക്കൂട്ടത്തെ കാണുകയും ചെയ്തപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സർവ്വ ടൈമിങ്ങുകളും കാര്യങ്ങളും എല്ലാം വിട്ടുപോയി. ഞാൻ പറയാൻ കാരണം, സ്ക്രീനുകളോട് സംസാരിക്കാൻ, സ്ക്രീനുകളുമായി സംവേദിക്കാൻ, സ്ക്രീൻ വഴി 1 ലക്ഷം പേരോട് സംസാരിക്കാൻ കഴിയുമ്പോഴും പലപ്പോഴും നേരിട്ടെതിരെ വന്ന് നിൽക്കുന്ന വ്യക്തികളോട്, മനുഷ്യരോട്, സഹപ്രവർത്തകരോട് സംസാരിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും നമ്മളിൽ പലർക്കും, പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചും, ഒരു ചെറിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. കാരണം അവരുടെ കൂടുതൽ സമയം അവർ സ്ക്രീനിന് മുന്നിലാണ് എന്നുള്ളത് തന്നെയാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് ഒരു 60 വയസ്സ് വരെയൊക്കെ ജീവിക്കുമ്പോൾ ഏതാണ്ട് 12 വർഷം
സ്ക്രീനിന് മുന്നിലായിരിക്കും നമ്മളിൽ പലരും എന്നുള്ളതാണ്. 8 ദിവസത്തിൽ ഒരു ദിവസം എന്നുള്ള കണക്കാണ്. ആവറേജ് 3 മണിക്കൂറാണ് ഒരു ദിവസം നമ്മൾ സ്ക്രീനിൻ്റെ മുന്നിൽ ആവറേജ് ഇരിക്കുന്നത്. 24 മണിക്കൂർ അങ്ങനെ കണക്ക് കൂട്ടിയാൽ നമ്മൾ അത്രയും നേരം സ്ക്രീൻ ടൈമുള്ള ആൾക്കാരാണ്. അവിടെ ഇത്തരത്തിൽ ഫെഡറൽ ബാങ്കും മാതൃഭൂമിയും എല്ലാം ചേർന്ന് സംസാരിക്കുന്ന, രാജ്യത്തിന് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഭയലേശമന്യേ സംസാരിക്കുവാനും അതൊരു ഡിബേറ്റ് എന്ന നിലയിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഡിബേറ്റിന് എപ്പോഴും ഒരു സൈഡ് മിണ്ടാതിരുന്നാൽ അത് ഡിബേറ്റ് ആവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി കൊടുക്കുകയും ഇവിടെ ഒരു മത്സരമാണ്, ഇങ്ങനെ ഇരിക്കട്ടെ. അല്ലാതെയുള്ള തർക്കങ്ങളിലെല്ലാം ആരാണ് വിജയിച്ചത് എന്ന് കണ്ടെത്തുന്നതിനേക്കാളും എന്താണ് ശരി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഓരോ ഡിബേറ്റുകളും. ഒരിക്കൽ കൂടി പറയുന്നു, ആരാണ് തർക്കത്തിൽ ജയിച്ചത് എന്നതിനേക്കാളും എന്താണ് ശരി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഡിബേറ്റുകളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമയം എല്ലാവരുടെയും വിലപ്പെട്ടതാണ്. നിങ്ങളും നിങ്ങളുടെ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഇനിയും സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, ചില സ്കൂളിൽ 10ാം ക്ലാസ് എല്ലാ വിഷയത്തിനും A+ മേടിച്ച് പിള്ളേരെ ആദരിക്കുന്ന ചടങ്ങിനൊക്കെ നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മളവിടെ ചെന്നിരിക്കുമ്പം നമുക്കും തോന്നും, നമ്മളെ വിളിച്ച് പ്രിൻസിപ്പലിനും തോന്നും, എടേ ഇവൻ ഇതിനുള്ള ആളുണ്ടോ, ഇവനെ ആണോ ഇത്രയും കഷ്ടപ്പെട്ട് 90% മാർക്ക് മേടിച്ചവനെയൊക്കെ ആദരിക്കാൻ മാത്രം ഇവനുണ്ടോ എന്ന് വിളിച്ചവർക്ക് തോന്നും. നമുക്കും വേണമായിരുന്നോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള, നമുക്കും കൂടെ താല്പര്യമുള്ള, നമ്മൾ ചെയ്ത് ശീലിച്ച ആ ഒരു മേഖലയിലുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ എത്താൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാനും കാണുന്നു. മാതൃഭൂമിയും ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന ഇത്ര ഗംഭീരമായി നടക്കുന്ന, ഇവിടെ പറയുന്നതല്ലേ ആശയങ്ങൾ വഴികാട്ടട്ടെ എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലൊരു പേനയുണ്ട്, അത് നിങ്ങൾക്ക് തന്നാൽ എൻ്റെ പേനയില്ല, നിങ്ങളുടെയും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഒരു പേനയുണ്ട്, അത് എനിക്ക് തന്നാൽ എൻ്റെ പേനയുണ്ട്, നിങ്ങളുടെ പേനയില്ല. പക്ഷേ നമ്മുടെ 2 പേരുടെയും കയ്യിൽ ഓരോ ആശയങ്ങളുണ്ട്, അത് പരസ്പരം കൈമാറിയാൽ എൻ്റെയിലും 2 ആശയം, നിങ്ങളുടെ കയ്യിലും 2 ആശയം എന്ന് പറയും. അങ്ങനെ ആശയങ്ങളുടെ കൈമാറ്റം വഴി ഒരു പുതിയ ചിന്ത എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഔദ്യോഗികമായി നിങ്ങളുടെ ഈ ഇന്നത്തെ ഈ മത്സര പരിപാടികൾ സ്പീക്ക് ഫോർ ഇന്ത്യ ഉദ്ഘാടനം ചെയ്തതായി വാക്കുകളാൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓൾ ദ ബെസ്റ്റ്. ഹലോ, യെസ് രമേശേട്ടാ, ഒരു ചോദ്യമുണ്ട്. ചോദിച്ചോളൂ. ഈ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പ്രസംഗ വേദികളൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു, പോയിട്ടുണ്ടോ മത്സരിക്കാനായിട്ട്? ഞാൻ അങ്ങനെ മത്സര പ്രസംഗത്തിന് പോയിട്ടില്ല. ഞാൻ മിമിക്രി മോണോ പരിപാടി മാത്രമാണ്. ആ പരിപാടികളിലൊക്കെ ആയിരുന്നു. നമ്മുടെ ഈ കുട്ടികളെല്ലാവരും ഇപ്പോൾ ഒരു തരത്തിൽ വാക്കുകൾ കൊണ്ട് എന്താ പറയണേ, തൻ്റെ ആശയങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുപോലെ വാക്കുകൾ കൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് രമേശേട്ടൻ. ഇവർക്ക് എന്താണ് തങ്ങളുടെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനായിട്ട് വി ഹാവ് ഡിഫറെൻറ്റ് വേസ്, പല തരത്തിൽ നമുക്ക് അവതരിപ്പിക്കാം. ഇപ്പോൾ രമേശേട്ടൻ കൂടുതലും തമാശ രൂപത്തിലൊക്കെ, അത് ചെറിയ ആശയങ്ങളല്ല മറിച്ച് വലിയ ആശയങ്ങളെ അതേ രീതിയിൽ അവതരിപ്പിക്കാം. അപ്പം അതിൻ്റെ ഒരു ലൈറ്റ്നെസ് ഉണ്ടാവുമല്ലോ. രമേശേട്ടൻ തോന്നുന്നുണ്ടോ നമ്മൾ അങ്ങനെ അവതരിപ്പിക്കുമ്പോഴായിരിക്കും അത് കൂടുതൽ അപ്പുറത്തേക്ക് എത്തുക, അല്ലെങ്കിൽ ആ സീരിയസ്നെസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടോൺ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആശയം കുറച്ചുകൂടി റീച്ച് ചെയ്യും, അങ്ങനെ ഒരു ഇതുണ്ടാവുമോ? ഉറപ്പായിട്ടുമുണ്ട്. നമ്മൾ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുക. നമ്മൾ ആരോടാ പറയുന്നതെന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഭാഷയുടെ ഒരു അളവും തൂക്കമൊക്കെ മൊത്തത്തിൽ തീരുമാനിക്കേണ്ടത്. ഇപ്പം അത് ഭാഷ അറിയാത്ത ഒരാളോട് സംസാരിക്കുന്നിടം തൊട്ട് നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. നമ്മൾ എന്ത് നല്ല കാര്യവും നമ്മളോടൊരു ബന്ധമില്ലാത്ത ഭാഷ അറിയാത്തൊരുത്തിൻ്റെ അടുത്ത് എത്ര നേരം പറഞ്ഞാലും അവനൊന്നും മനസ്സിലാവില്ല. ചീത്ത വിളിച്ചാൽ പോലും അവന് മനസ്സിലാവില്ല. അപ്പം പൊതുവേ നമ്മൾ പറയുന്നൊരു കാര്യം ജനകീയമാകണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ലൈറ്ററായി പ്രസൻറ്റ് ചെയ്യണം. പക്ഷേ ഈ ലൈറ്റർ ആവുന്നതിൻ്റെ എന്ന കാരണം കൊണ്ട് അതിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകരുത്. അതിനോട് ആളുകൾക്കുള്ള സമീപനം മാറിപ്പോകും. അപ്പം ലൈറ്ററായി പറയുന്നത് കൊണ്ട് തെറ്റില്ല, അതിൻ്റെ വെയിറ്റ് അതേ അളവിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യം വേണം. അതാണല്ലോ ആത്യന്തികമായി നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച അതേ അർത്ഥത്തിൽ അപ്പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ വാക്കുകൾക്കിടയിൽ നിന്നും അർത്ഥം തപ്പി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത അർത്ഥങ്ങളും അതെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഇതിങ്ങനെ പറയാനുള്ള കാരണം തുടങ്ങിയ കാര്യങ്ങളും എന്തു പറഞ്ഞതെന്ന് എന്നതിനേക്കാൾ എത്രയോ പ്രസക്തമായി ആര് പറഞ്ഞു എന്നതും വളരെ സൂക്ഷ്മമായി നോക്കുന്നൊരു കാലഘട്ടത്തിലാണുള്ളത്. ഒരേ കാര്യം 2 പേര് പറഞ്ഞാൽ അതിൽ ആര് പറഞ്ഞു എന്നതിനെ ആസ്പദമാക്കി അതിനുള്ള അവർ കൊടുക്കുന്ന ഡയമെൻഷൻസ് വ്യത്യാസം ഉണ്ടാകുന്നുള്ളത് കൊണ്ട് ഒരു ലളിതമായി കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ പറയുക എന്നുള്ളതേ ഉള്ളൂ. ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ കേരള എഡിഷൻ സീസൺ 8 in association with മാതൃഭൂമി.